ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? ഗുഡ് ആഫ്റ്റർനൂൺ. പ്രതീഷ് ഹായ്, ഉല്ലാസേട്ട ഹായ്, പ്രതീഷേട്ട ഹായ്, ഹലോ ഹമീദ്, സുബ്രഹ്മണ്യം, ഇമ്മാനുവൽ, രഘുപതി, ഹൗ ആർ യു? സഞ്ജു ഹലോ ബ്യൂട്ടിഫുൾ, സുബ്രഹ്മണ്യ, ഉദയകുമാർ, മുത്തു കണ്ണൻ, ரெட்டி ஹாய், செல்வம் ஹாய் ஹாய், முத்து கண்ணன் சாப்பிட்டீங்க எல்லாரும் சாப்பிட்டீங்களா? நான் சாப்பிட்டேன். സുബ്രഹ്മണ്യൻ സൂപ്പർ, താങ്ക് യു. എന്താണ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? സുന്ദരിക്കുട്ടിയാണ്, താങ്ക് യു ഏട്ടാ, ഉല്ലാസേട്ടാ ഹായ്. രാജേഷ് ഫേസ് கொஞ்சம் ബ്രെയിൻ കമ്മിയാച്ചു, വൈ ബേബി? ഒന്നേ ഇല്ല. രാജേഷ് കുമാർ ഒന്നേ ഇല്ല. സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ ചിലപ്പോൾ ഹെയർ സ്റ്റൈലായിരിക്കാം, ഉറങ്ങി എണീറ്റ് വന്നത് കൊണ്ടായിരിക്കാം. കറുപ്പയ്യ പിന്നെ ഹലോ ഡാർലിംഗ്, അരുൾ ദാസ് ഹായ്, മുഹമ്മദ് ഹലോ ഹലോ. എണ്ണ തേച്ചത് കൊണ്ടാവാം. കുഞ്ഞെ സുഖമാണോ? കോയമ്പത്തൂർ ചൂട് എങ്ങനെയുണ്ട്? എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു എന്നാണോ ഷിബു ഏട്ടാ? താങ്ക് യു ഏട്ടാ. സുബ്രഹ്മണ്യൻ, ഉദയകുമാർ സുഖമാണോ? സുഖമായിരിക്കുന്നു. പിന്നെ അരുൾദാസ് ഹായ് ബേബി, ഹായ് ബേബി. കുമാർ ശിവരാജ് അക്ക സാപ്പിട്ടേച്ച്. സുബ്രഹ്മണ്യൻ സോ അമേസിംഗ് ലുക്കിംഗ് യുവർ വോയിസ്. ബേബി சாப்பிட்டீங்களா? சாப்பிட்டீங்க. ஹாய் டியர், ஐ லவ் யூ. ராஜேஷ் நைட்டு சரியா தூங்கலை? தூங்கும், அதெல்லாம் தூங்குங்கப்பா. ഹായ് അനിത. കുമാർ വെരി കുട്ടി. പളനിസ്വാമി, ഗണേഷ് ആൻഡ് ഹായ് ഹായ്. എൻ്റെ കുട്ടി ഫുഡ് കഴിച്ചു. സുബ്രഹ്മണ്യൻ ഇപ്പല്ല ഇരിക്കുന്നത്, റെഡിയായിട്ട് വരുന്നു, റെഡിയാകും. മുടി ഞാൻ പിന്നെയും വന്നു. പറയൂ ഏട്ടാ. സുധി ഏട്ടാ, എല്ലാവർക്കും സുഖമല്ലേ? അറിയൂ. വാടിയാലും വീണ്ടും വിടരാകുമെന്ന് കാട്ടിയെന്ന് തൊട്ടാവാടിയാണ് തളർന്നു പോകില്ല പരാജയം. വീണ്ടെടുക്കാൻ ഇരിക്കുന്നതാണ് പരാജയം. മൂർത്തി ഹായ്. എസ് കൃഷ്ണമൂർത്തി. ചൂടുണ്ടോ അവിടെയൊക്കെ? ഫുഡൊക്കെ കഴിച്ചോ? എന്താണ് വിശേഷം ഒക്കെ? എല്ലാവരും പറയും, വിശേഷങ്ങളൊക്കെ പറയും. മുടിയെ വെളിക്കാട്ടാൻ പറ്റില്ല, അത്രയ്ക്ക് മുടി. കുട്ടീസാളെ ചെറുപ്പളൊക്കെ എവിടെ കൊണ്ട് വെച്ചോന്നൊന്നും അറിയില്ല, ചീവിട്ടൊന്നുമില്ല. അപ്പുറത്തിരിക്കട്ടെ മുടി അങ്ങനെ. വർക്കിലായിരുന്നു അതല്ലേ. പിന്നെ എന്താണ് വിശേഷങ്ങൾ? സുഖമല്ലേ? ചന്ദ്രശേഖർ ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ബ്യൂട്ടിഫുൾ, ഐ ലവ് യു. ഗണേഷ് ഇപ്പോൾ റെസ്റ്റാണ്, അതെ അല്ലേ? ഓക്കെ.
ഉദയകുമാർ കോയമ്പത്തൂരിൽ എവിടെയാണ്? കുഞ്ഞിമുത്തൂരാണ് ഏട്ടാ. കുഞ്ഞിമുത്തൂർ. അർത്ഥമറിയാത്ത വാക്കുകളും ആഴമറിയാത്ത സ്നേഹവും ഒരുപോലെയാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ശിപ്പോട്ടാ, എനിക്കാണ് മനസ്സിലാവാത്തത്. പിന്നെ ചെറിയൊരു ഉറക്കം ഉറങ്ങിയതാണ്, എന്നിട്ടാ വന്നത്. 1:30 ഇങ്ങനെ കയറാന്ന് വിചാരിച്ചു. അപ്പം വന്നിട്ട് കണ്ണ് കണ്ടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കണ്ണുറങ്ങി എണിച്ചു. പണികളൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ചീരയായിരുന്നു, ചീര കടഞ്ഞത്. പിന്നെന്താ, ചീര കടഞ്ഞു, അത്രയേ ഉള്ളൂ. ലവ്ലി ലുക്കിംഗ് ഫോർ യു കനീഷ്. ഭക്ഷണം കഴിച്ചു ഏട്ടാ. ഏട്ടൻ കഴിച്ചു ഏട്ടാ. പെൺകുട്ടിക്ക് ഒരു തനി മലയാളം ലുക്ക് ഉണ്ട്. അതെല്ലേ, താങ്ക് യു. ബിനീഷേട്ട ഹായ്. ബിനീഷേട്ടൻ അങ്ങനെ പറയുന്നു. മലയാളിയാണല്ലോ ഏട്ടാ, നമ്മൾ പാലക്കാടുകാരല്ലേ. അയ്യോ മുത്തേ, സുഖമാണോ? സുഖമായിരിക്കുന്നു സബീറേട്ടാ. സാബീറേട്ടാ, എന്നെക്കൊണ്ട് കൂടുതൽ സാഹിത്യം പറയിപ്പിക്കാതെ പെട്ടെന്ന് പൊയ്ക്കോണം, ഇല്ലെങ്കിൽ ചുട്ടടി തരും. എൻ്റെ ചക്രമുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു ഏട്ടാ. കഴിച്ചു. സാബീറേട്ട് ചിരിക്കുകയാണോ? എന്താ പറയുന്നു? ഉറക്കം നടക്കട്ടെ, ലൈവ് പിന്നെ എന്തിനാ വന്നത്? ഉറങ്ങി എണീറ്റ്, കുഴപ്പമൊന്നുമില്ല. പാലക്കാട്. ഹലോ രാജ്, നമസ്കാർ. ഹാഡ് യുവർ ലഞ്ച്? ബിനീഷേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടാ. മണികണ്ഠൻ പാലക്കാട്. ഹലോ ആയി ആയി. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ആണല്ലേ, കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ അടിച്ചു പൊളിച്ചു. ഫുഡൊക്കെ കഴിച്ചോ? എന്തായിരുന്നു? വെജാണോ അതോ? പിന്നെ പൊട്ട് നന്നായിട്ടുണ്ടോ? മാച്ചിനാണ് പൊട്ട് വെച്ചത്. യു ആർ ഔട്ട്സൈഡ് ഓഫ് ഹൗസ്? യെസ്. ചുമര് ഇല്ല, കഴിക്കുന്നില്ല. അതെന്താ കഴിക്കാത്തത്? ഹായ് മണി. ഹായ്, எப்படி இருக்கிறீங்க? சாப்பிட்டீங்களா? என்ன பண்ணுறீங்க മണി? നീ എന്താ എൻ്റെ പേര് പറയാത്തത്? പൈസ എന്നാണ്. പൈസ ഏട്ടാ പറയാട്ടാ. சாப்பிட்டீங்களா സ്വീറ്റ് ഹാർട്ട്? சாப்பிட்டீங்க, நீங்கள் சாப்பிட்டீங்களா? நல்ல நாடன் சத்யா. ஓ சூப்பர் ஏட்டா. என்ன ஃபுட்டு சாப்பிட்டீங்களாம்மா? சாப்பிட்டீங்க சாப்பாடு? கீரை கடைஞ்சது. எஸ், ஜஸ்ட் ஹார்டு வெஜ்ஜு. ഫോലോ വാട്ട്? ലഞ്ച്. സ്പാനിച്ച് എന്തോ. ചീര കടഞ്ഞത്. இனிமேல் தான் சாப்பிடணும். சென்னை ரூமுக்கு வந்துட்டீங்களா? സൂപ്പറെന്ന്. ഓക്കെ ഓക്കെ, ഞാൻ പോയിട്ട് വരാം. എവിടെ പോകുന്നു ബിനീഷേട്ടാ? ഇരിക്കേട്ടാ. എന്താ ഏട്ടാ ഇങ്ങനെ വന്നതും പോവുകയാണെന്നൊക്കെ പറയുന്നത്? ശരിയല്ല കേട്ടോ, ഇരിക്കും. സരവണൻ, ഗണേഷ്, നഗരാജ് ചോക്ലേറ്റ് ഒക്കെ തരുന്നു. ഗിരീഷ് என்னாச்சு வினேஷ் ப்ரோ? வணக்கம். சாப்பிட்டீங்களா? സാപ്പില്ലെങ്കിലമ്മ. വിനീഷേട്ടൻ എന്തു പറ്റി? എന്താ ഇപ്പം നേരത്തെ ഒന്നും സാപ്പിടാത്തത്? സുഖമില്ല? അയ്യോ, സുഖമില്ല. എന്തു പറ്റി? ഹലോ നമസ്കാരം. സുഖം തന്നെ. ഷാജി ബി വിനീഷ്, തനിക്ക് എത്ര ലൈവ് ഉണ്ട്? എനിക്ക് ഇവിടെ ലൈവ് ഒന്നുമില്ല. ലൈവ് ഉണ്ട്. എത്ര ലൈവ് ഉണ്ട്? എനിക്ക് ഇവിടെ ലൈവ് ഒന്നുമില്ല. ആൾസോ ഡിഫറെൻറ്റ് ഇയർ റിങ്സ് മാച്ചിങ് വിത്ത് ഡ്രസ്.
മാച്ചിങ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നു, അതെന്തോ ഭയങ്കര വേദനക്കാമത്, അതിനെ മാറ്റി ഈ കിട്ടിയത് ഇട്ടിട്ടോ. ஹாஸ்பிட்டலுக்கு போனீங்களா வினேஷ் ப்ரோ? மதியம் என்ன சாப்பாடு கீரை குழம்பு வீரகுமார் സൂപ്പർ ഇൻ മലയാളം സ്റ്റൈൽ. ഓക്കെ, ജലദോഷമാണോ? എന്നും അനുവദിക്കും. ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, നല്ല നാടൻ സദ്യ തരാം. ഓക്കെ ഏട്ടാ. കോൾഡ് और ജോലി ഇല്ല ബ്രോ, ഇല്ല. ഹോസ്പിറ്റലിൽ പോയി ഒന്ന് നോക്കിയാൽ ശരിയാവും. പസങ്ങ എല്ലാവരും ഉള്ള ഇരിക്കലാണ്. ഒരാൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഇന്ന് കൊള്ളാമല്ലോ. ആണോ? താങ്ക് യു. എന്താ എന്നെ മാത്രം ഇയാൾ ഒഴിവാക്കുന്നത്? എൻ്റെ പേര് പറയുന്നില്ല. ആൻഡോ ഏട്ടാ പറയേട്ടാ, ആൻഡോ ഏട്ടാ പറയേ. പോയിട്ട് വാങ്ങ ബിനീഷ് ബ്രോ. വിച്ച് സോങ് യു ആർ സിംഗ്? ഓഹോ, പാട്ട് എഴുതുന്ന ആൾക്ക് സുഖമില്ല എന്നാണ് പറയുന്നത്. ബിനീഷ് ഏട്ടൻ, യു വോയിസ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. Have sleep. 2 kutties sleep. 1 kutty is cricket playing. പിന്നെ മെല്ലെ ചിരിക്കുന്നു. இருக்கிறாங்க. ഞാനില്ലെങ്കിലും ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ, ആൻറ്റി ഏട്ടാ, ഒന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോളെ. ഭക്ഷണമൊക്കെ കഴിച്ചോ? സുഖമാണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എവിടെയാണ് സ്ഥലം? യു ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആണോ? താങ്ക് യു. കണ്ണ് നല്ല ഭംഗിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിതുവരെ ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ പറയും. എങ്കിൽ തമിഴ്നാട് കേരളാവാ? ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ தான் இருக்கிறேன். ഞാൻ കേരള ആണ്. അവിടെ ഫുഡ് കഴിച്ചോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലൊരു പാട്ട് പാടി തരാമോ? പിന്നെന്താ ലിജു ഏട്ടാ, ടുഡേ ഡ്രസ്സ് അടിപൊളിയുമോ? താങ്ക് യു. എൻ്റെ സ്ഥലം ആലപ്പുഴ. ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? എവിടെയാണ്? എന്ത് ചെയ്യുന്നത്? ജോലിയൊന്നുമില്ല മനോജേട്ടൻ. അതാ എനിക്ക് கீரை சாப்பாடு வேணும், கொரியர் பண்ணுங்கம்மா. கண்டிப்பாங்க, உங்களுக்கு பிடிக்குமான்னு தெரியல. மாயப்பன் வணக்கம். பிங்க் கலர் யுவர் ஃபேவரேட்? எஸ். மகேஷ் குமார் இன் தமிழ்நாடு. வேர் ஆர் யூ நவ்? വീട്ടിലാണ്. വെരി ബ്യൂട്ടിഫുൾ ലോങ് ഭാര്യയും 3 കുട്ടികളും ഉണ്ട്. അതോ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? எனக்கு பிடிக்கும் அனிதா. கீரை சாப்பாடு. ஓ சரிங்க வாங்க சாப்பிடலாம். கொரியரில் அனுப்பணும், அங்கே எடுத்துக்குள்ள அதுக்கு கெட்டு போயிடும். வீட்டுக்கு வாங்க சாப்பிடலாம். தமிழ்நாடு விச் பிளேஸ்? കോയമ്പത്തൂർ. நான் ശ്രീലങ്ക. ഓക്കെ. മണി അഹമ്മദ്. ഓക്കെ. ഭർത്താവിനെയും കുട്ടിയെ കൊണ്ട്
എങ്ങോട്ടെങ്കിലും ട്രിപ്പൊക്കെ പോകാൻ പ്ലാനൊന്നുമില്ലേ? ഒരു ലോങ് യാത്ര ഒന്നുമില്ല. ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ ടുഡേ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. நாளைக்கு மதியம் பிங்க் சாரி ஓகேவா? പിങ്ക് സാരി ഇല്ലയേ? ഇരിക്കുമോ? பார்க்கலாம். കുറച്ച് ദിവസമായി ലൈവിൽ വന്നിട്ട്. അതെയല്ലേ സുധീരേട്ടാ? എന്തു പറ്റിയേട്ടാ? ജിജീഷ് ചക്കരെ ചരക്കെന്നാണോ പറയുന്നത്? ഇങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. ശരി, ഓക്കെ. യു ആർ സൂപ്പർ ലവ്ലി, യു സൂപ്പർ ക്യൂട്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ കിളമ്പിട്ട് സാപ്പാടുന്ന ഭാര്യ പെണ്ണാണ്. കുട്ടികൾ 3 പേരാണ്. ഞാൻ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ചോദിക്കുക? 3 കുട്ടികൾ പറഞ്ഞില്ലേ? പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ചോദിച്ചതാ. സോ ഒന്നുമില്ല. യു ഡോണ്ട് നീഡ് ദോസ വിത്ത് സാമ്പാർ കോക്കനട്ട് ചട്നി. മതിയാനം ലഞ്ച് സാപ്പിട്. ഉച്ചയ്ക്ക് ലഞ്ച് ശ്രീലങ്ക. ടോപ്പിൻ്റെ കൈ ചെറുതാണല്ലോ. അതെല്ലേ? ഗൈസ് വെരി നൈസ്, താങ്ക് യു. മണി ലൈവ്. ഐ ആം ആൾസോ ഫ്രം കോയമ്പത്തൂർ. യാത്രയൊക്കെ ജീവിതം തന്നെയല്ലേ? യാത്ര ലോങ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ഇവര് 5 പേരിനെയൊക്കെ കൂട്ടിയിട്ട് പോകണമെങ്കിൽ എത്ര കഷ്ടമാണ്. ഫോരട്ട ഹായ്. പിന്നെ 5 പേരിനെയൊക്കെ കൂട്ടിയിട്ട് പോകണമെങ്കിലേ നല്ല ചിലവുണ്ട്. അതുകൊണ്ട് அப்படியெல்லாம் ஒன்றும் இல்லை அனிதா. நான் இப்போ கோவைக்கு கிளம்புறேன். கீரை சாப்பாடு கொடுங்கம்மா. டுடே ஐ ஹேண்ட் மசாலா தோசை சாம்பார் in breakfast. Today I had masala dosa sambar in breakfast. Okay. ഞാൻ എന്തെങ്കിലും ഇയാൾക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞില്ല. വണക്കം ഗഫൂർ ബ്രോ, സാപ്പിട്ടില്ല. ഇന്ന് ലൊക്കേഷൻ എവിടെയാണ് മനസ്സിലായില്ല. അതല്ലേ? ടേർക്കേഷൻ തന്നെ, നമ്മുടെ പഴയ ലൊക്കേഷൻ. ടേർക്കേഷനിൽ ഞാൻ ഇരിക്കുന്നു. ടേർക്കേഷനല്ലേ എന്തോ. തൃശ്ശൂർ പൂരത്തിന് പോയില്ലേ? ഇല്ല കേട്ടാ. സ്റ്റെപ്പ് തിങ് മണി സലാം വിനീഷ്. எப்படி இருக்காங்க சிஸ்டர்? சூப்பராக இருக்கிறீங்க. யுவர் ஃபேவரேட் ஃப்ரூட்ஸு? ஸ்ட்ராபெரி இഷ്ടമാണ്. പിന്നെ സ്ട്രോബെറി കൂടുതൽ ഇഷ്ടം. ഒരു മിനിറ്റ് കൊണ്ട് ആ ബോക്സിൽ ഒരു ബോക്സ് വാങ്ങിച്ച ഒരു മിനിറ്റ് കൊണ്ട് വെച്ചുകൂടി. പിന്നെ ഗ്രേപ്സ് ഇഷ്ടമാണ്. സ്ട്രോബെറി, ഗ്രേപ്സ്, പിന്നെന്താ വാട്ടർ മിലൻ. ബ്ലോക്കിൽ ടുഡേ என்ன ஸ்பெஷல் சிஸ்டர்? நான் கீரை கலந்தது சாப்பாடு. പിന്നെ എന്താണ് വിശേഷം പറയും? ஓகே சிஸ்டர், நீங்கள் சாப்பிட்டீங்களா? பாண்டியன் என்ன சாப்பாடு சாப்பிட்டீங்க?
നാട്ടിൽ വരാറില്ലേ? ഇല്ല. ചേട്ടാ വന്നിട്ടില്ല. വരൽ മഞ്ഞളാടിയ രാവിൻ്റെ ഒരു കുഞ്ഞു തുള്ളി ഉറങ്ങി. ഇനി നേരമെന്തിനി തേങ്ങൾ നിലാവോ വിരഹമെന്നു ആ ലിജിയോട്ട് പാട്ടൊക്കെ എഴുതും. അപ്പോൾ കൊള്ളാലോ. സാഫ്റ്റ് ടച്ച് സിസ്റ്റർ. ഓക്കെ. സ്ട്രോബെറി, ചെറി, lemon, watermelon, grapes, corn, mango, Nagpur, orange, grapes, Maharajan, good afternoon. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു world famous fruits from Maharashtra. രാജുക്ക് എന്നാ പിടിക്കും ഫ്രൂട്ട്സ്? രാജുക്ക് എന്താ ഇഷ്ടം ഫ്രൂട്ട്സ്? ഏത് ഫ്രൂട്ട്സാണ് ഇഷ്ടം? മലകളി മലകളി രാജ് എന്തിനാ ഇങ്ങനെ അനിതയെ ശിക്ഷിക്കുന്നത്? ഇംഗ്ലീഷ് പറഞ്ഞില്ല. സെർച്ച് ഇൻ ഗൂഗിൾ ആൾ എക്സ്പോർട്ട് ടു ദുബായ് ആൻഡ് യൂറോപ്പ്, അമേരിക്ക. ഞാൻ മീൻ ഫ്രൈ ചെയ്യുകയാണ്. ഓ പണ്ട് ചൂട് ഇല്ലേ? ഹോട്ടായിരുന്നു, നല്ല ഹോട്ട്. എന്താന്ന് പറയും. ശരി നോക്കാം എന്തായാലും. ഞാൻ മീനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ നിരകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കി വരുമോ ചാരേ നിന്നച്ചൻ. മുഹമ്മദ് ചേട്ടൻ എന്താ പറയുന്നത്? ചൂട് കൊണ്ട് ആള് ക്ഷീണിച്ചു പോയല്ലോ. എവിടെയായിരുന്നു? അത് ശരിയാ. അയ്യോ, ഞങ്ങളോട് ആരോടും ചോദിച്ചില്ല ഫ്രൂട്ട്സ് വേണമോ എന്ന്. വാങ്ങിണ്ടോ? ഇല്ല, വാങ്ങി വെച്ചിട്ടില്ല. ഇന്നലെ എങ്ങോട്ടും ഇങ്ങനെ ഇവിടെ വന്നപ്പോ ഒന്ന് വാങ്ങിച്ചു എന്നല്ലാതെ ഒന്നുമില്ല. ஷேரிங் லைவா? வணக்கம் ராதாகிருஷ்ணன் போர், சாப்பிட்டீங்களா?
യെസ് അവൈലബിൾ ഇൻ മാർക്കറ്റിംഗ് ഇൻ കേരള ആൾസോ. ഗണേഷ് ചോറുണ്ടോ ഏട്ടാ മനോജ് ചേട്ടാ? ഗണേഷ് എന്തോ പറയുന്നു. എൻ്റെ മെസ്സേജ് മേലെ ഉണ്ട്. പോയാ ഷോ പാട്ട് പാടേണ്ട അടുക്കുന്നതിൽ പോയതാണോ? ഹായ്, ഒരേ ഫ്രൂട്ട്സ് അയച്ചിരിക്കുന്നു. ഓ സൂപ്പർ സൂപ്പർ, താങ്ക് യു. കണ്ടു ഡോക്ടർ ഫ്രൂട്ടി ടോപ്പിക് യാറ് ചൂടെടുത്തിട്ട് വയ്യ. ആസ്കിങ് യുവർ ഫ്രൂട്ട്സ് മാർക്കറ്റിംഗ് വിൽ ഗിവ് യുവർ ഡീറ്റെയിൽസ്. ഓക്കെ. ഹായ്, ഞാൻ ഇപ്പോൾ ആണ് വന്നത്. അതല്ലേ മനീഷേട്ടാ? ഓക്കെ. പൈനാപ്പിൾ, ഓറഞ്ച്, ലെമണാണോ? ഫ്രൂട്ട്സ്. ഇപ്പം ഫ്രൂട്ട്സൊക്കെ കഴിക്കാനല്ല ഇൻട്രസ്റ്റ്. ചൂടല്ലേ, അത് കാരണം. പിന്നെന്താ ഇവിടെയൊന്നും ജീവിയില്ല. ഹായ് മണി, നമസ്കാരം. കുറേ എല്ലാവരും ഫ്രൂട്ട്സൊക്കെ അയച്ചു തരുന്നുണ്ട്. ഹായ് ജയേട്ടാ, നമസ്കാരം ഏട്ടാ. ഗണേഷ് ഹിന്ദിയിൽ പറയുന്നുണ്ട്. ഞാനങ്ങോട്ട് എങ്ങോട്ട് ഇരിക്കി. ഇനി സ്വീറ്റ് ഓൾഡ് മലയാളം സോങ്. മധുരമുള്ള പാട്ട് പാടാൻ പറയുന്നത്. എന്താ അങ്ങനെ മധുരമുള്ള എന്ത് പാട്ടാ പാടുക? മധുരമുള്ള പാട്ട് ചോറ് കഴിക്കട്ടെ. കഴിക്കും. ചെമ്പനീർ പൂവേ നീ അന്ന് ഒരു രാവില മഞ്ഞൾ വിരിഞ്ഞ് കണ്ണീർ വീഴ്ച. ചെമ്പനീർ പൂവേ നീ അറിയുന്നില്ലല്ലോ ലിജു ഏട്ടാ. കറക്റ്റ് ബ്രോ. ലവ് യു. ഹായ് സ്വീറ്റ് വോയിസ്. ഗണേശൻ, can you sing any your favorite? എല്ലാവരും ഇഷ്ടമാണ്. നൈസ് സോങ്, താങ്ക് യു. കാർത്തി, എന്നോട് പാട്ട് പാടலாம். എല്ലാ പാട്ടും ഇഷ്ടമാണ്. മഞ്ഞക്കിളിയുടെ മൂളി. ചെമ്പനീർ പൂവോ അല്ലു അർജുൻ്റെ സോങ് ആണ്. ചെമ്പനീർ പൂവേ അറിയില്ല കേട്ടോ. വേറെ നെക്സ്റ്റ് പാട്ട് എഴുതി ലിജു കേട്ടാ. മെല്ലെ പാടൂ. എൻ്റെ മൂവിയുടെ പണിയൊക്കെ എന്തൊക്കെയായി? ഈ മാസം തുടങ്ങുന്നുണ്ടോ? ബാങ്കിൽ കാര്യങ്ങളൊക്കെ എന്തായി? കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടാ. തുടങ്ങണം.
And you like paneer masala, tikka masala, paneer recipe. പനീർ മസാലയാ? പനീർ റെസിപ്പിയോ? എനിക്കൊന്നും അറിയില്ല കേട്ടാ. தமிழ் சாங், கார்த்தி தமிழ் சாங் சொல்கிறாங்க. தமிழ் சாங் என்ன சாங் பாடலாம்? நீங்களே 2 லைன் எழுதி விடுங்க கார்த்தி. very discuss discuss നല്ല കൊല്ലാതെ. അഴകിൻ്റെ വെണ്ണില പായൽ തീരെ നീന്തി വന്നതാര്? അഴകിൻ്റെ വെണ്ണില പായൽ തീരെ നീന്തി വന്നതാരോ? ട്രെയിൻ റെസ്റ്റോറൻറ്റിൽ പോകാൻ പറയുന്നോ? കവിൻ രാജ, യു ആർ ലുക്കിംഗ്. ഞങ്ങൾ ഇവിടെ 5 പേരും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയാലേ മിനിമം ഒരു 2000 രൂപ കഴിച്ചിട്ട് പോകണം. മുടിയിലൊക്കെ എണ്ണ വെച്ചതാ. ചൂടെടുക്കുന്നു വല്ലാണ്ട്. മുടി ഫ്രണ്ടിലിടാനും പറ്റില്ല, മുടി ഒന്നും ചീലി ഒതുക്കിയിട്ടില്ല, അങ്ങനെ ചിക്കാം. അഴകിൻ്റെ വെണ്ണില യു ആർ ലുക്കിംഗ് യു ക്യൂട്ട് ഗൈസ്, ക്യൂട്ട്. താങ്ക് യു കവിൻ രാജ്. ഞാൻ പോകുന്നു, കുറച്ച് വർക്കുണ്ട്. പരീക്ഷ ഓക്കെ ഏട്ടാ, പോയിട്ട് വരേ. വൈകുന്നേരത്ത് വരണേ. ഐ ക്യാൻ യുവർ മെനി ടേസ്റ്റി ഫുഡ് ഓഫ് ഹോട്ടൽ യു വിൽ ലൈക്ക്. കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ സെക്കൻഡ് അറിയാം, ക്ലോക്കും ഉണ്ടെങ്കിൽ മിനിറ്റ് അറിയാം. ഒരു ദിവസം തള്ളി നീക്കാൻ ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടും എന്നല്ലേ? വല്ലതും ചേരാക്കിയോ വല്ല ബീച്ചിലോ പോയാല് ബീച്ചിൽ കണ്ടാലും അറിയാം. 6 മണിയായി. സത്യം പറഞ്ഞാൽ ക്ലോക്കും വാച്ചും ഒന്നും പാടില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. എന്ന് പിന്നെ ഓരോ ഡേറ്റാണ്. എന്തിനാണ്? ഡു വിസിറ്റ് മഹാരാഷ്ട്ര ടു ടേസ്റ്റി ആൾ ഫുഡ്. ഓക്കെ. മകൻ്റെ വീട് പണിയൊക്കെ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 18-ാം തീയതി കുറ്റിയടിക്കൽ ചടങ്ങായിരുന്നു. വരുന്ന ബുധനാഴ്ച കല്ലിടലാണ്. ഓക്കെ ഏട്ടാ, എല്ലാം ശുഭമായി നടക്കട്ടെ. ഓക്കെ. സുരേഷ് ഹരി ഗുഡ് എന്തോ പറയുന്നു. രാധാട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? എവിടെ നമ്മുടെ ജയേട്ടൻ ഭക്ഷണം കഴിച്ചാ? പോയാ? വന്നു, ഒരു നമസ്കാരം ഇട്ട് പോയി ഇല്ലേ? എന്തൊരു ചൂടാണ്. ഹെയർ സ്റ്റൈല് ഒന്നും വേണ്ട. നോ രാജ്, ശരിയാ. ഇങ്ങനെ ചീവി ഇറക്കില്ല, നല്ലതേ ഇല്ല. ശരിയാ സീവല്ല. ചീർപ്പേ കാണുന്നില്ലേ? ഇന്നലെ രാത്രി അങ്ങനെ തന്നെ ചീർപ്പ് കാണാതെ എവിടെയൊക്കെയോ കൊണ്ടുവയ്ക്കുന്നു ചെക്കന്മാര്.
പിന്നെന്താ ചൂടെടുക്കുന്നു അല്ലാണ്ട്. അതാണ് പ്രശ്നം. ഇന്നലിടാണ്ടോ ഫ്രണ്ടിലിടാണ്ടോ. എൻ്റെ നമസ്കാരം നിരീക്ഷേട്ടാ, നമസ്കാരം. പല പല കനവുകൾ എനിക്ക്, അത് ഞാൻ சொல்லணும் உங்களுக்கு. You have beautiful hairs. Take care of hair. Yes, hair take ചെയ്യണം. ഭക്ഷണം ചോറ്, അയിലക്കറി, മാങ്ങ ഉപ്പിലിട്ടത്. സൂപ്പർ, പൊളിച്ചു. എന്നിട്ട് പിന്നെന്താ, രാധേട്ടൻ ചേച്ചി എവിടെ? പാർവതി ചേച്ചി എവിടെ? സുഖമല്ലേ പാർവതി ചേച്ചിക്ക്? മോന്, കുട്ടികൾക്ക്, മരുമക്കൾ എന്നൊക്കെ അല്ലേ പറയാല്ലേ? മരുമക്കൾ, പേരക്കുട്ടികൾ എല്ലാവർക്കും സുഖമല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. Also try veg cola puri and mixed veg. പോകട്ടെ, ഇരിക്കൂ ബിനീഷേട്ടാ, സിറ്റ്. ഒന്ന് തൊടാനുള്ളിൽ എന്താ ബിനീഷേട്ട ഒന്ന് പാട്ടൊന്നും എഴുതാത്തത്? ഒരു പാട്ട് എഴുതിപിടി. എന്താണ് ഇങ്ങനെ? ആദ്യം ഒരു പാട്ട് ബുക്ക് വാങ്ങിക്കണം. ശ്രീയേട്ടാ, ഹായ് ഏട്ടാ, ഭക്ഷണമൊക്കെ കഴിച്ചേട്ടാ? സുഖമല്ലേ? എന്തൊക്കെയാണ് പിന്നെ പറയും, വിശേഷങ്ങൾ പറയും. ഹോട്ടൽ ഫുഡ് ടെല്ലിങ്ങോ? ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കും വല്ലപ്പോഴും. ഹോം ഫുഡാണ് ഒരുപാട് ഇഷ്ടം. മരുമക്കൾ ഇല്ല, മരുമക്കൾ, പേരക്കുട്ടികൾ, മരുമകൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. മരുമകൾ ഇല്ല, മരുമക്കൾ, മരുമകൾ ശരിയാ. പേരക്കുട്ടികൾ, മകൻ, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. മൂത്ത മരുമകൾ ഇവിടെ ഇല്ലല്ലോ. കല്യാണം എന്തെങ്കിലും ശരിയായോ? ചെറിയ മോൻ്റെ രാജ് ഒരു ഡിക്ഷണറി വാങ്ങിയിട്ട് ഇട്ടാൽ മതി. ഇല്ല, ഞാൻ ഡിക്ഷണറി വാങ്ങിയിട്ട് വെക്കാൻ പറ്റും. രാജിന്റെ വരുമ്പോ പെട്ടെന്ന് മനസ്സിൽ നോക്കാലോ. കേരള ഹോട്ടൽ ഈസ് അവൈലബിൾ. എന്ത് ഇവിടെ? കേരള ഹോട്ടൽ എന്ത് ഇവിടെ? പാലം, നല്ല നടപ്പാലം. അപ്പൻ്റെ കയ്യു പിടിച്ചു നടക്കുന്ന നേരം അയാൾ പാലത്തിൻ്റെ തോണി നിന്നു. പാലോ നല്ല നടപ്പാലോ, അപ്പൻ്റെ കയ്യും പിടിച്ചു നടക്കുന്നേ. ആണോ പാട്ട് കേട്ടാ? ശ്രീയേട്ട പറയേട്ടാ. ശ്രീയേട്ട ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു. ഫുഡ് കഴിച്ചു. ഞാൻ കഴിച്ചു കേട്ടാ. ശ്രീയേട്ട ഏട്ടൻ കഴിച്ചേട്ടാ. ഗുരുസ്വാമി, പാട്ട് വൈകിട്ട് ഇപ്പോൾ സുഖമില്ലാതാ. അതെല്ലേ? നല്ലൊരു നടപ്പാലം. സച്ചിൻ കുമാർ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല ചൂടുണ്ട്. ചൂട് എപ്പോഴാണ് ഇനി രാജ് കേരളത്തിലേക്ക് വരുന്നത്? രാജ്
വെൽക്കം ടു കേരള. ചെറിയ മകൻ കാര്യം ശരിയായിട്ടില്ല എന്നമ്മ. സാജൻ ഏട്ടനോട് ഒന്ന് പറയുമോ? എല്ലാവരും കൂടി പ്രസ് ചെയ്യുമ്പോൾ ശരിയാവും. 3-4 ലൈൻസ് മല്ലപ്പട്ട. മലയാളമാണോ പാടേണ്ടത് രാജ്? രാജ് കേരളത്തിൽ എവിടെയാണ്? രാജ് കേരളത്തിൽ എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴയല്ലേ രാജ് വീട്? എനിക്ക് കുറച്ച് തിരക്കാണ്, ഇത്തിരി ചോറ് കഴിച്ചിട്ട് വരാം. രാവിലെ 6 മണിക്ക് ലൈവ് തുടങ്ങും, ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓ രാജേഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ലിജേട്ടാ തുടങ്ങുന്നില്ല കേട്ടോ, ഇപ്പോഴേക്ക് തുടങ്ങുന്നില്ല. ഞാൻ പോട്ടെ, ആകെ മൂടില്ല, ഓർക്കം വന്നിട്ട് വയ്യ എന്തൊക്കെയോ. ഞാനും പോകുന്നു ഫ്രണ്ട്സ്. ഓക്കെ, ഞാനാണ് ആലപ്പുഴ. രാജ ആലപ്പുഴയാ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയാണ്. ഞാനും പോട്ടെ ഫ്രണ്ട്സേ. രാജ് ടോപ്പിക് വിടുന്നമ്മാ. ശരിങ്ങമ്മാ. வேற ஒன்றும் பேசுறது இல்லை, நீங்க பார்த்துட்டே இருக்கிறீங்க, நீங்க எதுவும் பேச மாட்டேங்கிறீங்க. மணி ഞാൻ പോകുവാണ്, പോട്ടെ, വൈകുന്നേരത്ത് വരാം. മാക് പ്ലാൻ. ഓക്കെ 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 രാജ്. നല്ല ചൂട് കേട്ടാ. എത്ര വേഗം പോവാനാണെങ്കിലും പിന്നെ എന്താ രാജ ആലപ്പുഴ അമ്മ? അത് ആലപ്പുഴ. എന്താ രാജ ആലപ്പുഴ അമ്മ? ആലപ്പുഴ പളനി. മാലൈ വണക്കം. വണക്കം പളനി സ്വാമി. രാജ് മൈ ഫേവറേറ്റ് ട്രഡീഷണൽ ഹാവ് മൾട്ടിപ്പിൾ ഡിസ്റ്റിഷൻ. ശരി, എന്തായിക്കോട്ടെ. அதை தப்பா படிச்சிருந்தா நீங்களெல்லாம் களியாக்கும், அதுകൊണ്ടാ பயமா இருக்குது. ஐயோ கடவுளே, ആർസിരാതിരി കുമ്പിടുறாங்க. ഡിസ്ട്രിക്ട് നാണോ എന്തൊന്നും ആയിക്കോട്ടെ. പ്രകാശ്, ഗുഡ് ഈവനിങ്. മൈ ഫേവറേറ്റ് പ്ലേസ് ഇത്ര വേഗം പോവാനാണെങ്കിൽ പിന്നെ എന്തിനാ ലൈവിൽ വന്നത്? അത് ശരിയാ. തമിഴ് സോങ് പ്ലീസ് ഒക്കെ. അതെ, പ്രദീപ് കുമാർ, ഗുഡ് ഈവനിങ്. பாடு. என்ன பாட்டு பாடுறது? பழனிசாமி என்ன சொல்றாங்க? ஐவி ஆலப்புழா 2022. ഭയങ്കര കാലൊക്കെ മടച്ചിരുന്നിട്ടേ. தெரியாதுப்பா. குமரகோம் தெரியாது. கும்பகோணமா? முத்துமணி மாலை என்னை தொட்டு தொட்டு தாளாட்டு, கத்தில சேல என்னை விட்டு விட்டு போ. My wife
സോങ് പ്ലീസ് അക്ക. തമിഴ് ഓർ മലയാളം സോങ്? ബടി 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 ക്യൂട്ട് പൊണ്ടാട്ടി, நான் தாங்க மாட்டேன் தூங்க மாட்டேன் நீ இல்லாட்டி. നോ മണി അനുദിക്കും. എന്താ പറയുന്നത്? കാല് തരിച്ചു. வினேஷ் குமார் எனக்கு പുரியല വിനീഷ് ബ്രോ. അന്നമോ ഞാൻ പോയിന്റ് പട്ടികയിൽ നിന്ന് പുറത്തായിട്ട് 14ാം സ്ഥാനത്തിലുണ്ട്. ഫേസ്ബുക്ക് എന്താ തെറ്റ് പറ്റിയതായിരുന്നു. ഈ പ്രാവശ്യം അധികവും പുറത്താവാൻ ചാൻസ് ഉണ്ട്. അതല്ലേ? ശരി ശരി. ഞാനത് നോക്കാറില്ല കേട്ടോ, സത്യം പറഞ്ഞു. ഫസ്റ്റ് വരുമ്പോൾ മാത്രം നോക്കും. ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ നോക്കുള്ളൂ. രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ നോക്കില്ല. ഫസ്റ്റ് ആര് വന്നിക്കുന്നു, സെക്കൻഡ് ആര് വന്നിക്കുന്നു നോക്കും. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഹായ് പറയൂ. ഹായ് ഹായ് ഹണി ചേച്ചി ഹായ്. അനിത, വെൻ യു ആർ വിസിറ്റ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ஆஸ்திரேலியா எனக்கு ரொம்ப பிடிச்ச இடம் ഓസ്ട്രേലിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ. ചാവുമ്പോഴേക്ക് പോകാൻ പറ്റുമോ? നടക്കുന്ന കാര്യമാണല്ലേ? ശരി, നോക്കാം. കേട്ടാ? ശരിയപ്പോ ഞാനും എല്ലാം അറിഞ്ഞിട്ട് എത്ര നേരം വന്നിട്ട് പോകുന്നു. ഞാൻ இந்த ഇടം രാധാകൃഷ്ണൻ ബ്രോ. അനിത വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു. ശരി, ബൈ. ഞാൻ തിരക്കിലല്ല രാജേഷ് ചേട്ടാ. എന്നെ കൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല രാജേഷ് ചേട്ടാ. രാജ് എന്താണ് ജോലി? എപ്പോഴും കറക്കം തന്നെ. അതെ അതെ. രാജ് എന്താണ് വർക്ക്? രാജിൻ്റെ അങ്ങനെ പറഞ്ഞല്ലോ. ഷാജഹാൻ, ഗുഡ് ആഫ്റ്റർനൂൺ. താജ് ഷാജഹാൻ. രാജ്, ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വിസിറ്റ് ഇൻ നവംബർ ആൻഡ് ഡിസംബർ. എന്നെ വിളിക്കുന്നു ഓസ്ട്രേലിയക്ക്. നല്ല സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓസ്ട്രേലിയ. ഞാനെങ്ങും പോയില്ല. കഥ യുക്തം എഴുതി ഇജ്ജു വായിച്ചില്ല. വൈ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല? എവിടെ എഴുതിയേട്ടാ? ഞാനെങ്ങും പോയില്ല. കഥ യുക്തി എഴുതി ഇജ്ജു വായിച്ചില്ല. വൈ എവിടെ എഴുതിയേട്ടാ? അതൊന്ന് മെൻഷൻ ചെയ്ത് എഴുതിയേട്ടാ. അതിന് ഊണ് കഴിച്ചു. ഇൻസൈഡ് കഴിച്ചു കേട്ടാ. ഞാൻ ഇന്നലെ ഇല്ല. ഉച്ച നമസ്കാരം. രാജസ്ഥാൻ ഈസ് ആൾസോ ബ്യൂട്ടിഫുൾ പ്ലേസ്. അതല്ലേ രാജസ്ഥാനല്ലേ? 10 മിനിറ്റ് ഇരിക്കെ. ഹായ് മണി. മുഹമ്മദ് ഏട്ടൻ എനിക്ക് സ്ട്രോബെറി ഫ്ലവറും തരുന്നു. താങ്ക് യു. வணக்கம் ஜென்கோபி ப்ரோ, சாப்பிட்டீங்களா? கல்லை மட்டும் தெரியாது. ஜெய்பால்ராஜ். தும்பி பின்னி வாவா துன்பச்சோட்டிலே. എന്താണ് കഴിക്കാൻ? ഇതാ ടൈം സോങ് പാടുമെന്ന, ഇതാ തമിഴ് സോങ് പാടുമെന്ന. വിളിച്ചില്ല. എന്താണ് വായിച്ചത്? സൈലന്റ്, വെരി നൈസ്.
ഇത് എപ്പം അയച്ചു കേട്ടാ സിമോ യുക്തി പതിവില്ലാതെ ഭാര്യയുടെ മുഖത്ത് ചിരി കണ്ട് റോബിന് വല്ലാത്ത അതിശയം. ദൈവമേ, പണി എനിക്കിട്ടാണോ വന്നത് എന്നും ഞാൻ അവളോട് കാരണമില്ലാതെ ദേഷ്യപ്പെടാറുണ്ട്. എന്തു കേട്ടാലും ഒന്നും മിണ്ടാതെ വിയർപ്പിച്ചു കെട്ടിയ മുഖത്തോട് അകത്തേക്ക് പോകുന്ന അവളോട് എനിക്ക് പുച്ഛമാണ് തോന്നാറ്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. സഹി കെടുമ്പോൾ അവൾ പറയും, എനിക്കറിയാം നിങ്ങളുടെ മനോവിചാരം. ഇപ്പോഴും അവൾ ഓർത്താണ് അവളില്ലാതെ ജീവിതം ഇല്ലെന്ന് പറഞ്ഞ് നടന്നപ്പോഴാണ് അവൾ വേറെ ആർക്കോ കെട്ടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് നിരാശ കാമുകനായ അലഞ്ഞു നടന്നത്. ശരിയാണ്. അതു കണ്ട് പാവം തോന്നി എൻ്റെ പെങ്ങളുടെ സഹപാഠിയും നാട്ടുകാരിയുമായ യുക്ത മേരി എന്നോട് ഇങ്ങോട്ട് വന്നു പറഞ്ഞതാണ്, ചേട്ടാ വിഷമിക്കണ്ടെന്ന്. ചേട്ടന് ഞാനുണ്ട്, ചേട്ടന് ഞാനൊരു ജീവിതം തരാം എന്ന് കെട്ടി ചേട്ടൻ അടിച്ചു പൊളിച്ചു നടക്കുമ്പോൾ അവൾ അസൂയപ്പെടാനും ആലോചിച്ചപ്പോൾ കാര്യമില്ല. പിന്നെല്ലാം വളരെ വേഗത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഒരു വിരുന്നിന് പോയി. വീട്ടിനടുത്ത് പള്ളിയിലെ വഴിക്ക് വച്ചാണ് പിന്നെ തൻ്റെ കാമുകിയെ ലിസയെ വീണ്ടും കണ്ടത്. അന്നവൾ പരിഭ്രമിച്ചുകൊണ്ടും സങ്കടത്തോടെയും പറഞ്ഞ വാചകം ഹൃദയത്തിൽ കൊണ്ട്, ബിബിനില്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, ബീഫില്ലാത്ത പൊറോട്ട പോലെയാണ്. എന്നെ അപ്പച്ചൻ ചതിയിൽ കെട്ടിച്ചതാ. അതുകൊണ്ട് എൻ്റെ മനസ്സാർക്കും മാറ്റാൻ പറ്റിയില്ലല്ലോ. ഓരോ ദിവസവും എൻ്റെ മനസ്സിൻ്റെ കീഴ്പിൻ മാത്രമായിരിക്കും. അങ്ങനെ വിചാരിച്ച് ചിലപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന കൊച്ചിന് പോലും റോബിൻ്റെ മുഖം വന്നേന്നു വരും. അങ്ങനെ ഞാൻ എൻ്റെ പ്രതികാരം വീട്ടും. എൻ്റെ നാട്ടുകാരോടും എൻ്റെ കെട്ടിയവരോടും എല്ലാം എനിക്ക് പ്രതികാരമാണ്. അവൾ പറഞ്ഞ വാക്കുകൾ കേട്ട് ഇതി കർത്തവ്യത്ത മൂഢിതനായ ഭാര്യയെ തൊഴിക്കിലെത്തിയ റോബിൻ ഭാര്യയ്ക്ക് സൗന്ദര്യം പോരെന്ന് തോന്നി. പിന്നെ ഭാര്യ ചെയ്യുന്നതിനെല്ലാം ലിസി ചെയ്യുന്ന പോലെ ആയില്ലെന്ന് പറഞ്ഞതായി ബഹളം. അത് കഴിഞ്ഞ് അവളെ കണ്ടു പഠിക്കെന്ന് പറഞ്ഞതായിരുന്നു ബഹളം. ഇതിനിടയിൽ എങ്ങനെയോ ഒരു കൊച്ചുമായി തൻ്റെ ഭാര്യയെ ചീത്ത പറഞ്ഞ് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാ ഇപ്പോൾ അവൾ വഴക്കു പറഞ്ഞതെന്ന്. എന്നാലും ലിസയെ ഓർമ്മ വന്നാൽ മേരിയെ യുദ്ധപൂർവം വഴക്കുണ്ടാക്കി അടുത്തു നിന്നും ഓടിക്കും. എന്നിട്ട് ലിസയോടൊപ്പമുള്ള ഓർമ്മകൾ അയവിറക്കി സമയം കഴിക്കും. ഇന്ന് രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണ് യുക്തയുടെ ചിരിയോടുള്ള വരവ്. ഇനി എന്ത് ഏടാകൂടമാണോ ഇത്രയും കാലം കൊടുത്ത പണിക്ക് മറുപടി ആയിട്ടാണോ വരവ്? എന്തായാലും പ്രതികരിക്കുക തന്നെ. എന്താണ് പതിവില്ലാത്ത ഒരു ചിരി? അതോ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ഇഷ്ടപ്പെടും. അവൾ ചിരി വീഴുന്നത് കണ്ട് അയാളൊന്ന് അമ്പരന്നു. ഇത്രയും കാലം ഇല്ലാത്ത ഒരു ഭാവം അവളിൽ ഇനി. അതെന്താണാവോ കർത്താവേ?
ചോദ്യം ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നു. പുറത്തേക്ക് പ്രവഹിക്കാൻ ഒരു ദേഷ്യത്തിൻ്റെ സഞ്ചം വന്നു. ഒന്ന് പറഞ്ഞു തുലയ്ക്കുന്നുണ്ടോ? മനുഷ്യന് ഒരുപാട് പണി വേറെ കിടപ്പുണ്ട്. അതിനെന്താ നാട്ടിൽ? അത് എങ്ങനെ? നാട്ടിൽ പെണ്ണുങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലല്ലോ. എൻ്റെ അമ്മേ, ഇത്രയാഴ്ച മണിന്ന് കാണാൻ പറ്റുമോ? ഞാൻ പഠിച്ചിട്ട് ബ്രോ. ശേഷം രാത്രിയിൽ ഇടാൻ കുട്ടി. ഓക്കെ ഏട്ടാ. എല്ലാവരും പോയോ? ഞാൻ വായിച്ചിട്ട് എന്താണ് നോവലാണ്. മഴ പെയ്തിരുന്ന നാട്ടിൽ ഒരു പളനിസ്വാമി. ഞാനിപ്പോൾ തിരുപ്പതി നിന്ന് വന്നത്. നാളെ സാമ്പാർ റൈസ്. മനോരമ വീക്കിലി. ഗഫൂർ ചേട്ടാ ടാറ്റ. അതിതാ മലയാളം. സോങ് പ്ലീസ് ഒക്കെ അതിതാ മലയാളം. ഓക്കെ ഏട്ടാ, നന്നായിട്ടുണ്ട്. ഒരു കഥയല്ലേ, വായിച്ചു. കുറേ മെസ്സേജുകൾ പോയി. അല്ലല്ല, ചിക്കൻ റൈസ് സോഫ്റ്റ് ടച്ച് അണ്ണ. നാളെ തേനി പളനിസ്വാമി. ഓ, ശേഷം രാത്രിയിലൊരു കുട്ടി. വായിച്ചു. മണി ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കണ്ടു കേട്ടോ. രാജ് വിളിച്ചില്ല. എന്താണ് വായിച്ചത്? കഴിച്ചു. രാജ് പോയാണ്. രാജസ്ഥാൻ. ഓക്കെ ഓക്കെ. മുകളിൽ മെസ്സേജ് വായിക്കൂ. എന്താണത് മുകളിൽ? അനിതാ എന്നെ അപ്പൊ എന്താ പറയണ? എന്ത് ചെയ്യണം? ശരി എന്നാ തൊട്ട. ഞാൻ ഒരിടത്ത് മിണ്ടില്ല. ഒരു കാര്യം സാധിക്കാൻ മാത്രം, കാര്യത്തിന് മാത്രം എൻ്റെ അടുത്ത് വർത്തമാനം പറയാ. അത് നിന്റെ അപ്പനില്ല അവിടെ. നിന്റെ അപ്പനടുത്ത് പോയി പറ. പോ, നിന്റെ അപ്പനടുത്ത് പോയി പറയും. ശരി അപ്പൊ ടാറ്റ.